ഇനി നിന്നിട്ടുള്ള ചലഞ്ചാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. സ്പേസ് അൺലോക്ക് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. മാക്ഡോണൾസിൽ നിന്ന് ഫുൾ മെനു നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് 10,000 രൂപ തരും. ഇനി ഹാഫ് മെനു ആണ് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നതെങ്കിൽ 5,000 രൂപ കിട്ടും. പക്ഷേ ചിലപ്പോൾ ഇവരൊന്നും കഴിക്കാത്തവരുണ്ടാവും. അതുകൊണ്ടിട്ട് ആരും പൈസ കിട്ടാണ്ട് പോകേണ്ട സിറ്റുവേഷൻ വന്നില്ല. നിങ്ങൾ കഴിക്കുന്ന ഫുഡിന് നമ്മൾ പൈസ തരും. അതായത് ഇപ്പോൾ ഒരു 300 രൂപയുടെ ബർഗർ കഴിക്കുകയാണെങ്കിൽ 300 രൂപ കിട്ടി. അതേപോലെ മിനിമം 1000 രൂപക്കെങ്കിലും കഴിക്കണം. മിനിമം 1000 രൂപക്കെങ്കിലും കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1000 രൂപ കിട്ടും. അതിൻ്റെ മേലായിട്ട് എത്ര രൂപ കഴിക്കുന്നു ആ പൈസ കിട്ടും. ഇനി 1000 രൂപക്കെങ്കിലും കഴിക്കാൻ പറ്റിയില്ല എങ്കിൽ ഇവിടുത്തെ ബില്ല് അവർ കൊടുക്കണം. അതെങ്ങനെയുണ്ട്? പൊളിയല്ലേ? നമുക്ക് കുറച്ച് നാളായിട്ട് വീഡിയോ ഇടാൻ പറ്റിയില്ലായിരുന്നു. ഈ സാധനം കണ്ട ദിവൻ ഈ മൈക്ക് കംപ്ലൈൻ്റ് ആയിപ്പോയി. 1 മാസം എടുത്ത് തിരിച്ച് കിട്ടാനായിട്ട്. അപ്പോൾ കാരണം കുറച്ച് നാൾ വീഡിയോ ഇടാൻ പറ്റിയില്ലായിരുന്നു. നിങ്ങൾ നമ്മളെ മറന്നിട്ടില്ല എന്നും നിങ്ങളുടെ സ്നേഹം എന്താ പറയുക പോയിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ വന്നേക്കുന്ന സ്ഥലം എന്ന് പറയാൻ നേരത്ത് നമ്മുടെ കൊച്ചിയിലുള്ള മാക്ഡോണൾസിലാണ് വന്നേക്കണത്. ഇതിൻ്റെ ഇവിടെ നിന്ന് ആളെ കിട്ടുമെന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ. ഇവിടെ നിന്ന് റോട്ടിൽ കൂടി കുറേ ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. ഫോളോവർ ആണെങ്കിൽ എന്താ ഒരു 500 രൂപ എക്സ്ട്രയും കൂടി കൊടുത്തേക്കണ്ട. ഇതൊരു രസമല്ലേ? നമ്മുടെ ഫോളോവറിനെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുകിൽ ഒരു 500 കൊടുക്കാം, അല്ലെങ്കിൽ വീട്ടിലുള്ളവർക്ക് ഫുഡ് മേടിച്ചു കൊടുക്കാം. കൊള്ളാം. ഒരു 500 രൂപക്കുള്ള ഫുഡ് വാങ്ങിച്ചു കൊടുക്കാം. അതെങ്ങനെയുണ്ട്? 2 പേര് വരുന്നുണ്ടല്ലോ, ചോദിച്ചു നോക്കട്ടെ. പോയി പോട്ടെ. അടുത്ത ആൾക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. കമോൺ, വരൂ. ഈ കുട്ടിക്ക് താല്പര്യമുണ്ടോ? പെങ്കൊച്ച് ആളെ കിട്ടാണ്ടിരിക്കൂല എന്തായാലും. ഒരാളല്ലേ പോയത്. ക്യാമറ കണ്ടപ്പോൾ അവനുണ്ടല്ലോ, ക്യാമറ കണ്ടപ്പോൾ അവൻ ഒറ്റത്തിരി. ഇങ്ങനെ ഇങ്ങനെ വീഡിയോ ഒക്കെ നിന്ന് എടുക്കണ കാണുവാണെങ്കിൽ നൈസായിട്ട് പോരിട്ട് നമ്മ അടുത്തായിട്ട്. ചിലപ്പോൾ ചലഞ്ചൊക്കെ ആയിരിക്കും, പറയാൻ പറ്റത്തൊന്നുമില്ല. ഒരുത്തമ്മനുണ്ട് കേട്ടാ, വള്ളി പനിയനൊക്കെ ഇട്ടിട്ട്. ചോദിച്ചേക്കാം. വണ്ടി പിടിച്ചിട്ട് ഞാനല്ല ബ്രോ, ഒരു വീഡിയോ എടുത്തോണ്ടിരിക്കുവായിരുന്നു. കുഴപ്പമുണ്ടോ? ഒരു വീഡിയോ എടുത്തോണ്ടിരിക്കുവായിരുന്നു. ഒരു കാര്യം തിരക്കാണോ? ഒരു ചെറിയൊരു ഫുഡ് ചലഞ്ച് ഉണ്ട്. താല്പര്യമുണ്ടോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം? ഇതാണ് നമുക്ക് വേണ്ട വൈബ്. ഒന്ന്, നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. പോപ്പോയി എന്ന അക്കൗണ്ട്. നമ്മുടെ യൂട്യൂബിൽ നമുക്കൊരു 7 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ നമുക്കൊരു 1.5 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട്. ഫുഡ് അത്യാവശ്യം കഴിക്കാൻ പറ്റില്ലേ? ചെറിയ ഷോ അടക്കാണ്. ഷോയില് വേണ്ടി വന്നാണ് അറ്റൻഡ് ചെയ്യാനായിട്ട്. എന്താ ഷോ? ബ്ലാക്ക് മെറ്റലാണ്. ഇപ്പോ നിനക്ക് ഇവിടെയുള്ള ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഫുൾ മെനു ആണ്. അത് നമ്മൾ 10,000 രൂപ. അത് പറ്റിയില്ലെങ്കിൽ ഹാഫ് മെനു. ഇനി നീ ഇത്രയും ടൈറ്റിൽ നിൽക്കുവാണെങ്കിൽ നിനക്ക് വേറൊരു ഓപ്ഷനും കൂടി ഉണ്ട്. അതായത് 1000 രൂപക്ക് ഫുഡ് കഴിക്കത്തില്ലേ? ഇപ്പോൾ ഒരു ബർഗർ എടുക്കുവാണെങ്കിൽ 350 രൂപ വരും. അതേപോലെ 1000 രൂപക്ക് ഫുഡ് കഴിക്കുവാണെങ്കിൽ നിനക്ക് ആ പൈസ കിട്ടും. നീ കഴിക്കുന്ന ബർഗർ, ഇപ്പോൾ ഒരു ബർഗർ കഴിക്കുവാണെങ്കിൽ 350 രൂപയാണെങ്കിൽ ആ 350 കിട്ടി. നീ 1000 രൂപ കഴിഞ്ഞിട്ട് ഒരു 50 രൂപ ബിസ്ക്കറ്റ് എടുക്കുവാണെങ്കിൽ നിനക്ക് ആ പൈസയും കിട്ടി. ഏറ്റെടുക്കുക സീനാണാ. നമുക്ക് ആളെ കിട്ടിയിട്ടുണ്ട്. എടാ ഫോളോ ചെയ്തിട്ടില്ലല്ലേ നീ? കുഴപ്പമില്ല. ഇനി വേറൊരു കാര്യമുണ്ട്. 1000 രൂപക്കില്ലേ ഇങ്ങനെ വെച്ച നമ്മൾ 1000 രൂപക്ക് മിനിമം കഴിക്കാൻ പറ്റിയില്ലെങ്കിലേ ഇവിടുത്തെ ബില്ല് നീ കൊടുക്കണമെന്നാണ്. പക്ഷെ കുഴപ്പമില്ലടാ, പറ്റും. നീ സമാധാനപ്പെടുക. അതൊക്കെ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. പോരെ? ഓക്കെ. പേരെന്തായിരുന്നു? ജിജോ. ഇനി വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഫോളോവർ ആയിരുന്നെങ്കിൽ ഒരു 500 ഒരു ഫുഡോ അല്ലെങ്കിൽ പൈസയോ നമ്മ ഇത് കഴിഞ്ഞിട്ട് എന്തായാലും തരുന്ന ഒരു പരിപാടിയും കൂടി ഉണ്ടായിരുന്നു. ഫോളോ ചെയ്ത് വെച്ചേക്ക്. പോപ്പോയി എന്നാണ് അക്കൗണ്ടിന്റെ പേര്. പോപ്പോയി. ഓക്കെ, ബാ. ആളെ കിട്ടിയിട്ടുണ്ട്. ഫ്രീക്കൻ. കമോൺ. ഇതെന്താ പരിപാടി ശരിക്കും? ഇവിടെ ഒരു ബ്ലാക്ക് മെറ്റൽ. ഇത് കണ്ട മാച്ചിങ്. ബ്ലാക്ക് സെറ്റ്. ഡാൻസ് കളിക്കോ? ഡാൻസ് ഒന്നും കളിക്കണ്ട. ഡാൻസ് കളിക്കാൻ അറിയോ? ഡാൻസ് ഒന്നും കളിക്കാറിയില്ല. മെറ്റൽ ഷോയില് മെറ്റൽ ഗിഗ് ചെറിയൊരു ഷോ അടക്കണ്ട്. അപ്പൊ ആ പരിപാടി അറ്റൻഡ് ചെയ്യാൻ വേണ്ടി. ഇത് നിനക്ക് നീ എപ്പോ പെട്ടെന്ന് തീർത്താ പോവുക. സെറ്റാണ്. മാക്സിമം പെട്ടെന്ന് തീർക്കുക. ഓക്കെ, ചലഞ്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണെയാണ്. നേരെ അകത്തോട്ട് പോയിട്ട് ചലഞ്ച് സെറ്റ്. ഓക്കെ, അപ്പൊ നിനക്ക് കാര്യം മനസ്സിലായില്ലേ? നീ ഇപ്പൊ 1000 രൂപ ആ ഒരു രീതിക്ക് ടാർഗറ്റ് ചെയ്തു. 1000 രൂപയുടെ ഫുഡ് നീ ഓർഡർ ചെയ്യുക, അത് കഴിക്കുക. അതിന്റെ കൂട്ടത്തിൽ ഇവരുടെ ഒരു ബർഗർ ഉണ്ട്. ആ ബർഗർ ഓൾമോസ്റ്റ് എങ്ങനെ പോലെ എത്ര ജ്യൂസി ഒരു ബർഗർ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടില്ലേ? ബിഗ് യമ്മി ബർഗർ. അത് എടുക്കുവാണെങ്കിൽ ഇല്ലേ, അത് അത്യാവശ്യം എത്ര ഉണ്ട് അതിന്? 349. ആ ബർഗർ ഒരെണ്ണം എടുക്ക്. ആ ബർഗർ ഒരെണ്ണം ഇതായിട്ട് എടുത്താൽ മതി. എങ്ങനെ വെച്ചാൽ എന്തായാലും എടുത്തോ. അപ്പൊ അത് എത്ര രൂപ? കാൽക്കുലേറ്റർ ഫോൺ ഇടാ. 349. ഓക്കെ. നെക്സ്റ്റ് എന്താ എടുക്കാൻ പോണേ?
പറഞ്ഞോ. നെക്സ്റ്റ് എന്തായാലും ആ റേറ്റ് അനുസരിച്ചിട്ടുള്ള ഇനി വേറെ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാലേ നീ എമൗണ്ട് കൂട്ടാൻ നോക്കുക. പക്ഷേ ഇല്ലേ മാക് ചീസ് ബർഗർ എടുത്ത് പറഞ്ഞ ചിക്കൻ ചെറുതായിരിക്കോ ക്വാണ്ടിറ്റി? ഡ്രിങ്കും കൂടി ആയിട്ട് എടുത്തോ. അപ്പൊ നിനക്ക് ഡ്രിങ്ക് ആയി. ശരിക്കും പറഞ്ഞല്ലേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ 1000 രൂപയുടെ ഫുഡ് എത്തിക്കണം. 1000 രൂപയുടെ 1 സെക്കൻഡ് 1000 രൂപയുടെ ഫുഡ് എത്തിക്കണം. പക്ഷേ ഇല്ലേ ഇവന് കഴിക്കാനായിട്ട് പറ്റണം. അതായത് ക്വാണ്ടിറ്റി കുറവും എമൗണ്ട് കൂടിയതായിട്ടുള്ള ഫുഡുകൾ ഉണ്ടാവും. നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഓക്കെ, അത് കൂടാതെ അപ്പൊ എത്ര രൂപ വരും? 349 പ്ലസ് ഇതിൽ കൂട്ടിക്കോ. അപ്പൊ GST കൂടി ചേർത്ത് പിടിച്ചോ. അപ്പൊ നിനക്ക് സന്തോഷവും. ഓക്കെ, ചിക്കൻ അല്ലേ? ചിക്കൻ കുഴപ്പമില്ല. എന്തായാലും കഴിക്കാൻ പറ്റുമോ? അതെ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ഡെസേർട്ട് പിടിക്കാടാ. ഡെസേർട്ട് വേണ്ട. ആ ഡെസേർട്ട് എന്ന് പറയുമ്പോൾ ഈ മറ്റേ ക്രീം സാധനങ്ങളൊക്കെ ആണോ? ഡെസേർട്ട് ആണോ അത്? എത്ര രൂപ വരും? അത് 156 ഉണ്ട്. എടാ 156 എന്ന് പറയുന്നത് വേറെ കാര്യം ഉണ്ടോ? ഇപ്പൊ എത്ര ടോട്ടൽ എമൗണ്ട് എത്ര നമുക്ക് ഇവിടെ വരില്ലേ? ചീസോ? ആ ഓക്കെ, സിംഗിൾ മതി. നിന്റെ ഇഷ്ടം. ചോക്ലേറ്റ് ഫ്രാപ്പയോ അല്ലെങ്കിൽ അമേരിക്കൻ മഡ് പൈ. അതാകുമ്പോ എന്താണെന്നറിയോ, ഈ ഐസ്ക്രീം ഐറ്റംസ് ഒക്കെ ആകാൻ നേരത്തില്ലേ നമുക്ക് പടയെന്ന് പറഞ്ഞ് കഴിച്ചു തീർക്കാം. അടിച്ചു തീർച്ചേക്കണം. മിനിമം എമൗണ്ട് വാങ്ങിച്ചിട്ട് പോകണവാ. ഓക്കെ, ചോക്ലേറ്റ് ഫ്രാപ്പ എടുക്കാം. ചോക്ലേറ്റ് ഫ്രാപ്പ, പിന്നെ 9 പീസ് നഗറ്റ്സ്. ടോട്ടൽ നമുക്ക് എമൗണ്ട് എത്രയെന്ന് പറയണേ? ഫ്രൈഡ് ചിക്കൻ കൊടുക്കുക. ഒരു 2 പീസ് സ്പൈസി ഓർ ക്രിസ്പി? സ്പൈസി വേണ്ട, ക്രിസ്പി മതി. ഓക്കെ, നീ ഫോൺ പിടിച്ചോ. നീ അതെ കഴിച്ചു തരും. പക്ഷെ വേറൊരു കാര്യമുണ്ട്, എല്ലാ ഫുഡ് എടുക്കുന്നതിന് പറയും എൻ്റെ ഒരു സജഷൻ ആട്ടാ. കുറച്ച് നീ ഡെസേർട്ട് അധികം കഴിക്കാറുണ്ടാ? കഴിക്കാറില്ലേ? വേറൊരു കാര്യമൊന്നുമല്ല. അത് കണ്ട ഈ ഐസ്ക്രീം ഒക്കെ എന്ന് പറയുമ്പോൾ വെറുതെ സിമ്പിൾ ആയിട്ട് തീർക്കാവുന്ന ഈസിയേ ഉള്ളൂ. ഇല്ലേ? ഞാൻ പറയുന്നത് എനിക്കറിയാവുന്ന നിന്റെ സജഷൻ, നിന്റെ ഇഷ്ടം. അതെ. ഓക്കെ, അപ്പൊ നമുക്കിപ്പോ എത്രയും 200. ആ 200 ഇന്ന് വേണമെങ്കിൽ കുറച്ചു. കാരണം ഒന്നും അറിയാമോ, 1000 പിടിക്കാം. നമുക്ക് 1000 പിടിക്കാം. 1000 എത്തിച്ചു കഴിഞ്ഞിട്ടില്ലേ? 1000 പിടിക്കാൻ പറ്റൂടാ. സിമ്പിൾ ആയിട്ട് പറ്റും. നിന്നെ കൊണ്ട് ഫ്രൈഡ് ചിക്കൻ മാറ്റി നഗറ്റ്സ് ചെറിയ സാധനം അടിക്കാൻ പറ്റും. ആ ഓക്കെ, ഇപ്പൊ ഏകദേശം എത്രയും? 21 ഒന്നും വിഷയമല്ല. ഇതിപ്പോ നീ ജയിക്കുവാണെങ്കിൽ എന്താണെന്നറിയോ, 1021 നിനക്ക് കിട്ടി. സെറ്റല്ലേ? ഓക്കെ, എടുത്തോ. എത്ര നേരം എടുക്കുമായിരിക്കും നമുക്ക്? മതി. ഓക്കെ അല്ലേ? സീനില്ല. ഓക്കെ, നമ്മ ഈ ടേബിളിലായിരിക്കും. തന്നോളൂ, എടുത്തോട്ടെ. ഓക്കെ, കമോൺ. നമുക്ക് ഇവിടെ ഇരിക്കടാ. ഓക്കെ, കുറച്ച് ആൾക്ക് നമ്മൾ എന്തായാലും വീഡിയോ ഇടാനായിട്ട് പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. നിങ്ങളത് മനസ്സിലാക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പം നമുക്ക് ഒരാളെ കിട്ടിയിട്ടുണ്ട്. നേരെ നമ്മൾ ഈ ചലഞ്ച് വന്നേക്കുവാണ്. പുള്ളി ഇവിടെ ഒരു പരിപാടി നിൽക്കുന്നത്. എന്ത് പരിപാടി ഉണ്ട്? അവിടെ ഒരു മെറ്റൽ ഗിഗ് ഉണ്ട്. ആ പരിപാടിക്ക് നിൽക്കണമായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായ ഒരു കമൻറ്റ് എനിക്ക് ആദ്യം മനസ്സിലായില്ലായിരുന്നു. ഓക്കെ, ആ പരിപാടിയിൽ നിൽക്കണമായിരുന്നു. അപ്പോൾ അത് കാരണം നമ്മുടെ ഫുൾ മെനു എന്നുള്ള പരിപാടിയിലേക്ക് ഞാൻ വെച്ചത് നന്നായില്ലേ? ഫുൾ മെനു എന്നുള്ള പരിപാടിയിലേക്ക് ഇവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പരിപാടിയിലേക്ക് അറ്റൻഡ് ചെയ്യണം. അങ്ങനത്തെ സംഭവമായിട്ട് എങ്ങനെ പോയാലും അത്രയും കഴിച്ചെത്തിക്കാൻ പറ്റില്ല എന്നുള്ള സീനാണ്. ഹാഫ് മെനുവിലേക്കും പറ്റില്ല. അപ്പോൾ ഗുണം ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ കഴിക്കുന്ന ഫുഡിൻ്റെ പൈസ നമുക്ക് കൊടുക്കും. അതിപ്പോൾ നമ്മൾ ഏകദേശം 20 സംതിങ് ഈ എമൗണ്ടിന് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് വരിക, കഴിച്ചു തീർക്കുക. കഴിച്ചു തീർത്ത് കഴിഞ്ഞാൽ ഈ എമൗണ്ട് ഇവന് കിട്ടും. അല്ലെങ്കിൽ ഇവൻ ഇവിടുത്തെ ബില്ലൊക്കെ അടക്കും. അമ്പ സെറ്റ് നമ്മുടെ ഐറ്റംസ് തന്നിരും, ഞാൻ കൊടുത്തോളാം. എടാ ഇത് സിമ്പിളാടാ, സീൻ. ഓക്കെ, നമ്മുടെ ഐറ്റംസ് ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ബർഗർ, സ്പെഷ്യൽ ബർഗർ ഏതായിരുന്നു? എടാ ഇത് മോനെ, ഇത് വെറുതെ സിമ്പിളായിട്ട് തീർക്കട്ടാ. നമ്മുടെ സ്പെഷ്യൽ ബർഗർ ഇതല്ലേ? ഓക്കെ, കഴിച്ച് അങ്ങനെ തീർക്കാം. ഓക്കെ, താങ്ക് യു. നമ്മുടെ ഐറ്റംസ് ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. എടാ മോനെ, ഇതൊക്കെ വെറുതെ സിമ്പിളാട്ടാ. ഇതൊക്കെ ഞാൻ ഇതിൽ കൂട്ടുന്നില്ല. അത് മതിയടാ. അതാകുമ്പോ നിനക്കും സുഖമാ. ഓക്കെ, നീ എന്താ തുടങ്ങാൻ പോണേ ഫസ്റ്റ്? ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്തേക്കാലോ. ഫോളോ ചെയ്തിട്ടുണ്ട് ആണല്ലേ? ഇവ ഫോളോ ചെയ്തിട്ടുണ്ട്. അവന് വിളിച്ചെടുത്തണം നമുക്ക് ഇങ്ങോട്ട്. ഓക്കെ, എടാ മോനെ, ഇതാണല്ലോ ഇവരുടെ സ്പെഷ്യൽ ഐറ്റം. ഇതില്ലേ ഇവരുടെ
മാക്ഡോണൽസ് ഇവിടെ ഇപ്പോൾ ഒരു ലോഞ്ച് ചെയ്തേക്കുന്ന പുതിയ ബർഗറാണ്. ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് നീ നിന്റെ ഒരു അഭിപ്രായം കൂടി പറയണോടാ. അപ്പോൾ നമുക്ക് ടൈം സ്റ്റാർട്ട് ചെയ്തേക്കാലോ. സോസ് ഒക്കെ വേണമെങ്കിൽ പൊട്ടിച്ച് എങ്ങനെയാണെന്ന് വെച്ചോ. ടൈം സ്റ്റാർട്ട് നമുക്ക് 20 മിനിറ്റ് അല്ലേ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഒന്ന് ആലോചിച്ച് നോക്കടാ, ഈ ബർഗർ പ്ലസ് നഗറ്റ്സ്, അമ്മോ സിമ്പിള്. നഗറ്റ്സ്, ഫ്രഞ്ച് ഫ്രൈസ്, ഇത് രണ്ടും ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കങ്ങട്ട്. പിന്നെ അതെ, ഇതിന്റെ കാര്യം വെറുതെ സിമ്പിൾ സാധനമാണ്. ഇതൊക്കെ വെറുതെ കിടിലം സാധനമാണ്, സിമ്പിൾ ആയിട്ട് തീർക്കാം. ഓക്കെ അപ്പോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓക്കെ, ടൈം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 20 മിനിറ്റ് ചലഞ്ച്. പിന്നെ എന്ത് നോക്കാൻ, ഇതാണ് നമ്മ ഇങ്ങനെയാണ്ടാ കഴിക്കേണ്ടത്. ഞാൻ നീ അങ്ങനെ കഴിക്കുമ്പോ എന്ത് സെറ്റാണോ? ആ പുതിയ ഇതിന്റെ പേരെന്തായിരുന്നു പറഞ്ഞ? 1 സെക്കൻഡ്, സോറി. നമ്മുടെ ഈ ബർഗറിന്റെ പേരെന്തായിരുന്നു പറഞ്ഞ? 1 സെക്കൻഡ്. ഞാൻ എന്റെ ഇവൻ മിണ്ടൂലിനി എന്തായിരുന്നു ഇതിന്റെ പേര്? ബിഗ് യമ്മി ചിക്കൻ ബർഗർ ആണ്. ബിഗ് യമ്മി ചിക്കൻ ബർഗർ അല്ലേ? ഓക്കെ 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 സാധനം സെറ്റാണെന്നാ പറയണേ. ഓക്കെ, കഴിച്ചോ, തീർത്തോ അങ്ങോട്ട്. സമയം നമുക്ക് ഏകദേശം 1 മിനിറ്റ് തികഞ്ഞിട്ടില്ല. കണ്ട, ഞാൻ പറഞ്ഞ ഇനി നീ മിണ്ടരുത്. ഇതാ സോസൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് ഞാൻ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. സഹായവും എന്ത് സഹായവും ഞാൻ തരും. 1 മിനിറ്റ് ബ്രോ. വെള്ളമുണ്ടോ? വെള്ളം തന്നെ. വെള്ളമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സമയം നമുക്ക് ഏകദേശം 1 മിനിറ്റ് ആയിട്ടുള്ളൂ. 1 മിനിറ്റ്. ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ, അത് നമുക്ക് വിഷയമല്ല, അറിയാലോ. എടാ തീർന്നാ 20 മിനിറ്റ് ഞാൻ വെറുതെ വെച്ച പോലെ പോയിട്ടാ. അടവാണ് അവൻ. ഓക്കെ, സമയം നമുക്ക് ഏകദേശം 1.5 മിനിറ്റ് ആയിട്ടുള്ളൂ. 1.5 മിനിറ്റ്. ഇനി എന്തോരം ടൈം കിടക്കണേ? താങ്ക് യു. ഇത് കൊണ്ടുപോക്കോ, ഈ സാധനം കൊണ്ടുപോക്കോ. ഒമ്പോ ഒരു കലൽ നിറച്ച് വെള്ളം കിട്ടിയിട്ടുണ്ട്. ഹാപ്പി. എന്ത് ക്ലാസ് അത് കൊള്ളാലോ. അവിടെ നിനക്ക് ഭയങ്കര എന്താ പറയുക, ആക്റ്റീവായിട്ടുള്ള പണി വല്ലതും ഉണ്ടോ? ആക്റ്റീവായിട്ടുള്ള ഷോ ആണല്ലോ. നിങ്ങൾ ആരും ബ്ലാക്ക് മെറ്റൽ ഷോ ഒന്നും അറ്റൻഡ് ചെയ്യാറില്ല? ഇല്ലടാ, എന്ത് സംഭവം? കഴിച്ചിട്ട് പറഞ്ഞാൽ മതി. കഴിച്ചു. എടാ സമയം നമുക്ക് 2 മിനിറ്റ് ആയിട്ടുള്ളൂ. ഇനി എത്ര ഉണ്ടല്ലോ? 18 മിനിറ്റ് ആണ് നിനക്കുള്ള ടൈം. ഓക്കെ, പിന്നെ എന്ത് നോക്കാൻ? കഴിച്ചോ. നമ്മുടെ കണ്ട, ഇതാണ് ഞാൻ പറയാറില്ലേ, സാധാരണ ഒരു വലിയ കട ബർഗർ കാണുമ്പോൾ ഈ ബർഗർ കഴിച്ചു തീർക്കാനായിട്ട് ഇത്ര സമയം പോരാ, ഇത്ര സമയം പറ്റില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരോടാണ് ഞാൻ പറയണേ. ഇവൻ ഈ ബർഗർ കഴിച്ചു തീർത്താണ്ട 2 മിനിറ്റുള്ള സമയത്ത് ഇനി ഈ ബർഗർ ഇച്ചിരി കൂടി ഉള്ളു. ആ ബർഗർ കഴിച്ചു തീർത്ത് കഴിഞ്ഞാൽ ആ ബർഗർ കഴിഞ്ഞു. മനസ്സിലായേ? 5 മിനിറ്റൊന്നും വേണ്ട. അതാണ് സംഭവം. നമ്മൾ ചിലപ്പോൾ കാണുമ്പോൾ നമ്മൾ പേടിച്ചു പോകുന്നേ ഉള്ളൂ. കഴിച്ചു തീർക്കാൻ പറ്റും. ഓക്കെ, ഇപ്പം തന്നെ നമ്മളെന്തായാലും നമ്മുടെ അക്കൗണ്ട് എന്തായാലും ഫോളോ ചെയ്ത് വെച്ചേക്ക്. ഇതിപ്പോൾ നമ്മൾ സബ്സ്ക്രൈബർ ആയിരുന്നെങ്കിൽ, അവനല്ലായിരുന്നു, ഫോട്ടോ വെച്ചിട്ടുള്ളവനാ, പക്ഷെ അല്ലായിരുന്നു, പക്ഷേ എങ്കിലും സബ് ചെയ്ത് വെച്ചേക്ക്. സബ്സ്ക്രൈബർ ആയിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ എക്സ്ട്രാ ഒരു 500 അല്ലെങ്കിൽ ഒരു ഫുഡൊക്കെ മേടിച്ച് കൊടുത്തിട്ട് വിടുകയുള്ളായിരുന്നു. അടുത്ത നമ്മുടെ കിടിലൻ ചലഞ്ച് വരുന്നുണ്ട്, അത് നമുക്ക് സെറ്റ് ചെയ്യാം. അതുകൂടാതെ 10,000 രൂപ കൺഫേം ആയിട്ടും കിട്ടുന്ന ഒരു 3 ചലഞ്ച് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കുറച്ച് കാര്യങ്ങളിലാണ് അത് നമ്മൾ സെറ്റ് ചെയ്യും. ഇനി നമ്മൾ ലാഗൊന്നും വരുത്താനൊന്നും പോകണമെന്നില്ല. അടുപ്പിച്ച് വീഡിയോസ് വരും. ഈ മാസവും കൂടി എത്ര വീഡിയോ വരുവാടാ? ഈ മാസവും കൂടി ഇനി ഒരു 2 വീഡിയോയും കൂടി വരത്തുള്ളൂ. ഈ മാസം ഒരു 2 വീഡിയോ, ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഈ മാസം ഒരു 2 വീഡിയോയും കൂടി വരും. അടുത്ത മാസം ഒരു 3 വീഡിയോ ഉണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിടിച്ചാൽ കിട്ടില്ല. ആ രീതിക്ക് നമ്മുടെ വീഡിയോ വരുന്നതായിരിക്കും കൂടാ. ഓക്കെ, സമയം നമ്മൾ പറഞ്ഞിട്ടിരിക്കുമ്പോൾ 3 മിനിറ്റ് കൊണ്ടിട്ട് തീർന്ന്. എടാ നിനക്ക് എൻ്റെ വക ഒരു ഹെൽപ്പ്. ഇത് കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ടൊന്നുമല്ല, അത് നിങ്ങൾ പറയരുത്. ഹെൽപ്പ് അങ്ങനൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഇത് നോക്കിയേ, എടാ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ. അത് കഴിച്ച് തീർത്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പിന്നെ ഇതും കൂടി ഉള്ളു. പിന്നെ ഈ ഡ്രിങ്ക് നമ്മൾ കുടിച്ചു പോകൂടാ, കഴിക്കണ്ടല്ലോടാ, കുടിക്കാൻ പറ്റൂലേ. 1022 രൂപ മനസ്സിൽ ധ്യാനിച്ച് കഴിച്ചോ. ബില്ല് കൊടുക്കണവേ. ബർഗർ, ഇവിടുത്തെ നമ്മുടെ സ്പെഷ്യൽ ബർഗർ, നമ്മുടെ മാക്ഡോണൽസിന്റെ സ്പെഷ്യൽ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തേക്കുന്ന സ്പെഷ്യൽ ബർഗർ തീർന്ന്. പപ്പടവടയൊക്കെ ടിഷ്യൂ കൊടുക്കൂ. സന്തോഷം. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണേ? നമുക്കൊരു ഡ്രിങ്ക് വേണം, അല്ലെങ്കിൽ ഇത് കഴിക്കാം. ഇതും കൂടി കഴിച്ചു തീർത്ത സമാധാനം. നമ്മുടെ നഗ്ഗറ്റ്സ് എടുത്തിട്ടുണ്ട്. കമോൺ മച്ചാനും അവന്റെ ശരിക്കും പേര് മച്ചാന. അവൻ ശരിക്കും ആർട്ടിസ്റ്റ് മച്ചാൻ എന്നാണ്. നമ്മൾ ഒരു ഹെൽപ്പിന് വേണ്ടി എടുത്തിട്ട് ആർട്ടിസ്റ്റ് മച്ചാനെ നമ്മൾ ഹെൽപ്പിന് കൊടുക്കുന്നുണ്ട്. ഓക്കെ,
ഇനി എത്ര ഉണ്ട്? 1 2 3 4 5 6 ചെറിയ ഐറ്റം ഇത്രയുള്ള മണക്കൂസ് സാധനം കണ്ട ഡിസൈൻ ചെയ്ത് വെച്ചേക്കണേ ഇവിടെ. സോസ് വെച്ചൊരു അത്തക്കളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ, സെറ്റാണ്. ഓക്കെ, ഇനി ഇവിടെ തീർത്താ സമയം നമുക്ക് ഇവിടെ മോനെ ഇവ കണ്ട നോക്കി. ഇതിൻ്റെ അകത്ത് എത്ര 7 അത്രയും നല്ലൊക്കെ ഉണ്ടായിരുന്നു. അതേ 3 ഇനി. എടാ ഇതിന് നമുക്ക് എങ്ങനെ കുടിക്കണ്ടേ? ഒഴിച്ചു മുത്തി കുടിക്കാം. മുത്തി കുടിക്കാം. സ്പേസ് അൺലോക്ക് ചെയ്യൂ. മറ്റേ ബട്ടൺ വെച്ചിട്ടു. അടുത്തത് ഇവിടെ തീർത്തിരിക്കുന്നു. ഈ പൈസയൊക്കെ നിനക്ക് കിട്ടി. മനസ്സിലെ പൈസയും കൂടി കിട്ടും. അത് മനസ്സിൽ അങ്ങോട്ട് വിചാരിച്ചോ, അല്ലെങ്കിൽ പൈസ കയ്യിൽ നിന്നും കൂടി പോകും. അതും കൂടി മനസ്സിൽ വിചാരിച്ചോ. കമോൺ. അപ്പോ നമ്മ അടുത്ത ഇതാണോ ഐസ്ക്രീം കിട്ടില്ല സാധനം മുത്തു സാധനം. ഇതെനിക്കറിയാൻ പാടില്ല. കുറച്ച് വെള്ളം തരും. പൈസ കിട്ടൂലട്ടാ. കുറച്ച് വെള്ളം. കുഴപ്പമില്ല, വേറെ ക്ലാസ്സിൽ തരാൻ പറ. ഓക്കെ, എടാ ഏതാ തുടങ്ങാൻ പോണേ? നീ ഏത് കഴിക്കും? ഇത് രണ്ടും കൂടി ഉള്ളൂ. ഇത് രണ്ടും കൂടിയുള്ളൂ. അത് ഹെവി സാധനം തീർത്ത് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് മൊത്തം സമാധാനമായി. 7 മിനിറ്റ് ആയിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞില്ലേ, ചലഞ്ച് ഹാഫ് ടൈം പോലും ആയിട്ടില്ല. 20 മിനിറ്റ് ടൈം കഴിഞ്ഞ്. അതായത് ഈ ചലഞ്ചിൽ ഏറ്റവും കൂടുതൽ ടാസ്ക് ഉള്ള സാധനമാണ് ബർഗറും മറ്റേ സാധനം കഴിഞ്ഞ്. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നടാ? നമ്മ ഒന്നും ചെയ്തില്ല. കഴിച്ചിട്ട് എനിക്ക് വെക്കം പോയും വേണം. അതല്ലേ വേറെ കാര്യം. വേഗം കഴിച്ചേ, സമയമില്ലെന്ന്. ധൃതി പിടിച്ച് പോണ ഒരാളെ പിടിച്ച് നിർത്തിയതാണ്. പെട്ടെന്ന് തീർക്കും. എങ്ങനെയാണ് സാധനം? മുത്തി അങ്ങോട്ട് അടിപൊളിയാണല്ലേ? അൺലോക്ക് ചെയ്യും. മറ്റേ ബട്ടർ വെച്ചിട്ട് കഴിഞ്ഞാൽ സ്പേസ് അൺലോക്ക്. വെള്ളം വന്നു. എടാ വെള്ളമൊക്കെ കുടിച്ച് വയറ് നിറക്കല്ലേ നീ? സിമ്പിൾ ഓംലേറ്റ് ആയിട്ട് അങ്ങോട്ട്. പക്ഷെ നിങ്ങൾക്കൊരു 1000 രൂപയും കിട്ടി, ഫുഡും വയറ് നിറച്ച് കഴിച്ചു. ഇത്രയും മനസ്സേ അങ്ങോട്ട് വിചാരിച്ചിട്ട് പടയപ്പാ ഒറ്റടി. മോനെ കണ്ട പകുതിയില്ല, തീരാറായി, തീരുമാനമായി. എന്താ ഒരു വല്ലാത്ത ചിരി. സമയമുണ്ടല്ലോ, കുറച്ച് സമയമുണ്ടോ മോനെ? 10 മിനിറ്റ് ആകാൻ പോണേ ഉള്ളു. നമുക്ക് നടന്നാലാ? നടക്കാം. കാര്യമുണ്ട്. നടന്നൊക്കെ ഞങ്ങള് സെറ്റാക്കും. പവർ കമോൺ. അങ്ങോട്ട് നടക്കും, ഇവിടെ അങ്ങോട്ട് നടക്കും. റെഡി. മറ്റേ സ്പേസ് അൺലോക്ക് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. സാധനം കുറച്ചുകൂടി ഉള്ളു ഇനി ബാക്കി. സ്പേസ് അങ്ങോട്ട് തീർക്ക. കുറച്ച് മുഴച്ചിരിക്കുന്നു. സമയം ഏകദേശം 10 മിനിറ്റ് ആകാൻ പോണേ ഉള്ളു. ഇനിയും കിടക്കണം 10 മിനിറ്റ് മോനെ. 2 മിനിറ്റ് റെസ്റ്റ് എടുക്കട്ടെ, ഇറക്കട്ടെ. അതും കൂടി തീർക്കുക, പൈസ മേടിക്കുക, പോകുക. പൊളി. കമോൺ. ഇനി നിന്നിട്ടുള്ള ചലഞ്ചാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. ഇനി നടക്കാൻ പോണ യുദ്ധം കോപ്പ നമ്പർ 1. ഇത് മറ്റേ ദില്ലിപത്തയാടി. ഇവിടെ നെറ്റിക്കൊക്കെ ഇരിക്കണ്ട, ഇവിടേക്ക് ഇരിക്ക. അവിടെ അല്ല, ഒറ്റണ്ടി അടിച്ചിട്ടേ. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ പേരെന്തായിരുന്നു? ആ പേര്, ഈ പേരുള്ള സാധനം കഴിച്ചു തീർത്തിരിക്കുന്നു. ഇനി നമുക്ക് ഇതാണ്ട, ഇത് ചലഞ്ച് നോക്കിയടാ. പട്ടയാണ്, ആക്രമണമാണ്. അതെ, ഇത് രണ്ടും തീർത്തു, ഇത് തീർത്തു. വെള്ളമൊക്കെ ഇവൻ ഇടയിൽ കൂടി കുടിച്ചെടുക്കുന്നുണ്ട്. ഇനി അത് മാത്രമല്ല മുത്തു സാധനമാണിത്. ഐസ്ക്രീം കിട്ടില്ല സാധനം. ഇനി നമ്മളിതേ ഈ സ്പൂൺ എടുത്തിട്ടില്ലേ, ഇതിങ്ങോട്ട് കയറ്റുന്നു. സെറ്റ്. നമുക്കിത് ഇങ്ങനെ സെറ്റാക്കാം, ഇങ്ങനെ ആക്കാം. സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ലൈറ്റ് ഒക്കെ ഉണ്ടാ. ഈ സാധനവും കൂടി തീർക്കുക. പവർ ജിൽ. ഇരിക്കാന്ന് കുറച്ച്. ആ ഇരിപ്പ് മറ്റേ സാധനം നമ്മ മറ്റേ വിജയം കൈവരിച്ച് കഴിഞ്ഞിട്ട് മറ്റേ ചക്രവർത്തികളൊക്കെ ഇരിക്കുന്നത്. സിജോ നിങ്ങളുടെ സബ്സ്ക്രൈബറാണ്. ഈ വിളിക്കുന്ന ആളില്ലേ നമ്മുടെ ഫോളോവറാണ് കേട്ടോ. ഇത് എവിടെ നിൽക്കുന്നത്? ഇവിടെ എവിടെയൊക്കെ ഉണ്ട്, പക്ഷെ നമ്മുടെ ഫോളോവറാണ്. പക്ഷെ നമ്മുടെ ചലഞ്ച് ഇവിടെ നടന്നിട്ടിരിക്കണോണ്ട് ടൈം നമുക്ക് ഏകദേശം 12 മിനിറ്റ്. സൈലൻസ്. സമയം നമുക്ക് ഇവിടെ ഏകദേശം 12 മിനിറ്റ് ആകാൻ പോകണ്ട. 12 മിനിറ്റ്. തീരുമാനം നോക്കും. ഫ്രഞ്ച് ഫ്രൈസ് ഞാൻ തന്നെ കഴിച്ചെടുക്കല. അത് ഞാൻ പറയല്ലോ. ടെൻഷൻ അടിച്ച് ഞാൻ തന്നെ കഴിക്കണം.
പക്ഷെ എൻ്റെ അമ്മ ഫുള്ളായി പോയി. പേടിക്കണ്ട, ഒന്ന് പറയണം. നമുക്കില്ലേ നമുക്ക് വാഷ്റൂം പോണേ അറിയാം ഇതോടെ. ഒരു എമർജൻസി സിറ്റുവേഷൻ വരാൻ നേരത്തില്ലേ ചോദിക്കണ്ടല്ലോ അല്ലേ? അങ്ങനെയാ സാധനം എങ്ങനെ ടേസ്റ്റ് ചെയ്ത് കഴിക്കാന്നുള്ള രീതിയിലല്ല അമ്മ ഇപ്പൊ ഇരിക്കണത്. ഇതെങ്ങനെ തിന്നീർത്താൽ എനിക്ക് തരൂ എന്നാ കഴിക്കേ എടുത്തരാ. ആ സെറ്റ് സെറ്റ് സെറ്റ്. മുത്തു സാധനം ചോക്ലേറ്റ് ഒക്കെ അതിനകത്ത് അല്ലേ? അടിപൊളിയാണ് സാധനം. നമുക്ക് ഒരു പണി ചെയ്താലാ നിങ്ങൾക്ക് മുത്തി കുടിച്ചോ ചോദിച്ചാലാ? അതിലേക്ക് ഒഴിക്കണോ? ഒഴിച്ചാലാ? ഒഴിച്ചു. പുതിയ സ്ട്രാറ്റജി അൺലോക്ക് ചെയ്യണേ. അത് മറ്റേ അവന് തീർക്കാൻ പറ്റണമെന്ന്. അതെ കോരിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ തീരൂല. നമ്മളിത് ഇത്ര ഉള്ള പരിപാടി ഇത് അങ്ങാട്ടല്ലേ ഒരൊറ്റ വലി കണ്ട ഇതാകുമ്പോ ഒരു വലിക്ക് തീർക്കും. മറ്റേത് നീ കോരിക്കൊണ്ടിരിക്കുമ്പോ നീ തന്നെ മടുത്തു. ഇതാകുമ്പോ ഒറ്റ വലി നമ്മ കഴിഞ്ഞ പരിപാടി കഴിഞ്ഞു. ദിന്തിമത്തായി. കോപ്പാ നമ്പർ എത്രയെന്ന് അറിയില്ല, അടിച്ച് പൊളിച്ചിവിടെ സീനാക്കിയിട്ടുണ്ട്. എൻ്റെ അമ്മോ പൈസ ആയിട്ട് ഇവൻ പോകുള്ളൂ എന്തായാലും ഇവിടെ നിന്ന്. ഇല്ല ഇല്ല, കുറച്ചുകൂടി തീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവനിവിടെ വിന്നർ. കുറച്ച് നാൾക്ക് ശേഷം നമ്മൾ വീഡിയോ ഇട്ടാൽ എന്താ ഒരു വിന്നറിനെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. തീർന്ന് ഒരാഹ്ലാർന്നു. ഇവിടെ 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 മറ്റേ സാധനം ഒരു ജമ്പൊന്നും ചെയ്യാനുള്ള ശേഷിയില്ല. ഹോസ്റ്റലല്ല. എന്തെങ്കിലും താങ്കൾക്ക് ഈ സമയത്ത് ഇതൊന്നും പറയാനില്ല. ഈ സമയത്ത് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? വയറ് നിറഞ്ഞ് ആകെ സീനായിട്ടിരിക്കുകയാണ്. വയറൊക്കെ നിറഞ്ഞു. വയറ് നിറഞ്ഞത് മാത്രമല്ല, നമുക്ക് ഏകദേശം 14 മിനിറ്റും 23 സെക്കൻഡും കൊണ്ടിട്ട് ഇവിടെ കൊടുത്ത ചലഞ്ച് എല്ലാം ഇവൻ തീർത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് 1022 രൂപയുടെ ഐറ്റംസ് ആണ് ഇവിടെ ഓർഡർ ചെയ്തേക്കണത്. അപ്പം നമുക്ക് ഇനി എന്താണ് പരിപാടി? ഇനി നേരെ ഷോ അറ്റൻഡ് ചെയ്യുക. ഷോ അല്ല, ഇതിനിടയിൽ വേറൊരു കാര്യമുണ്ട്. വേറെന്താണ്? നിങ്ങളുടെ പരിപാടി എടുക്കൂ. വിന്നർ ഫോൺ ഇതാ ക്ലിപ്പറക്കല്ലേ. സ്കാനർ റിലാക്സ് ആവാനായിട്ട് ഇല്ല കോഫിയോ വെള്ളമോ ഇനിയാ ഞാൻ പറഞ്ഞൊന്നും പോയാ മതി. ഇവനോട് പറയാനുണ്ടാ പൊളിക്കണ്ട. ഇപ്പൊ ഗൂഗിൾ പേ ഈ ഫോണിലല്ല വേറെ ഫോണിലാണ്. അങ്ങനെ ഈ നമ്പർ പറയാവാ? നമ്പർ 97. ഓക്കെ, നമ്മൾ ഇവന്റെ നമ്പറിലേക്ക് ഇട്ട് കൊടുക്കാൻ പോണേട്ടാ. ചെയ്തിട്ടുണ്ടാവൻ. എടുക്കണില്ല, നമ്മുടെ ഫോളോവർ ആണ്ടാ 1021 നമ്മതെ പൈസ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഹാപ്പി അല്ലേ? അപ്പോ വന്നത് ആ വഴി കൂടി പോയതാ. സംഭവം സെറ്റായില്ലേ? വീഡിയോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഫുഡ് കഴിച്ചു, പൈസയും കിട്ടി. വീഡിയോസ് ഒക്കെ കാണണം. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ അടുത്ത ആഴ്ച തന്നെ ഉണ്ടാവും, പേടിക്കണ്ട. ഇനി എൻ്റെ മൈക്ക് കംപ്ലൈൻ്റ് ആയിപ്പോയി. അത് ഞാൻ സർവീസിന് കൊടുത്തിട്ട് അത് വരാൻ വേണ്ടിയിരുന്ന വെയിറ്റിംഗ് ടൈമും പിന്നെ എനിക്ക് കുറച്ച് വർക്കിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ടായിരുന്നു. ഇതെല്ലാം കൊണ്ടാണ് നമ്മൾ എന്തായാലും ഡിലേ ആയി പോയത്. പക്ഷേ ഇനി നമ്മൾ എന്തായാലും കണ്ടിന്യൂസ് ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ദിങ്ങനെ കൈ പിടിച്ച് ഇവിടെ പിടിച്ച് ബൈ.